ബിഗ് ബോസ് മലയാളം സീസൺ 4 ഇന്നത്തെ എപ്പിസോഡിന്റെ ജയിൽ നോമിനേഷനിലാണ് വൻ ചതി നടന്നിരിക്കുന്നത്. 12 അംഗങ്ങളാണ് ബ്ലെസ്ലിയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചത്തെ ടാസ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് കൂട്ടി 1ാം സ്ഥാനത്ത് ബ്ലെസ്ലി. നിയമത്തിലെ ലൂപ്പ് ഹോൾ കണ്ടെത്തി ബിഗ് ബോസിന്റെ അഭിനന്ദനം വരെ നേടിയത് ബ്ലെസ്ലി. ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിൽ എങ്ങനെ നോക്കിയാലും വളരെ ആക്റ്റീവായി നിന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ത് അനീതിയാണ് മറ്റുള്ള കണ്ടസ്റ്റന്റ് കാണിക്കുന്നത് എന്നത് പ്രേക്ഷകരായ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ഇതിൽ ബ്ലെസ്ലിയെ നോമിനേറ്റ് ചെയ്യാത്തവർ റോബിൻ, ദിൽഷ, അതുപോലെ തന്നെ ജാസ്മിൻ എന്നിവരാണ്. ബാക്കി ബിഗ് ബോസ് ഹൗസിലെ 12 പേരും ബ്ലെസ്ലിക്കെതിരായിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ചിലർ പറഞ്ഞ റീസൺ എന്നത് ബ്ലെസ്ലി ടാസ്ക് വായിച്ച ഉടനെ തന്നെ പോയി ഫുഡ് കഴിച്ചു എന്നതാണ്. മറ്റു ചിലർ പറയുന്നത് ബ്ലെസ്ലിക്ക് അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ മനസ്സിലായെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാകാതെ തങ്ങളോട് അത് വന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്നൊക്കെയുള്ള ന്യായവാദങ്ങളാണ്. പ്രേക്ഷകരായ നമ്മൾക്കിത് കാണുമ്പോൾ തോന്നുന്നത് ബിഗ് ബോസ് സീസൺ 4 വന്നിരിക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാവരും ഇത്ര ബോധമില്ലാത്തവർ ആണോ എന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ടാസ്കിൽ ഇത്ര ഗംഭീരമായി ചെയ്ത ഒരു കണ്ടസ്റ്റന്റിനെ, അതുപോലെ തന്നെ ടാസ്കിലെ ലൂപ്പ് ഹോൾ കണ്ടെത്തിയതിന് ബിഗ് ബോസ് വരെയും അഭിനന്ദിച്ച ഒരാളെ ജയിൽ നോമിനേഷനിലേക്ക് ഇടുക എന്ന് പറയുമ്പോൾ, അതും ഒറ്റക്കെട്ടായി ബിഗ് ബോസ് ഹൗസിലെ 12 അംഗങ്ങളാണ് ബ്ലെസ്ലിയുടെ പേര് പറഞ്ഞത്. ഇതൊക്കെ കാണുന്ന പ്രേക്ഷകർ മണ്ടന്മാരാണെന്നാണോ ഇവർ വിചാരിച്ചിരിക്കുന്നത്? ഇങ്ങനെ ഒരു അനീതി ചെയ്യുന്നതിലൂടെ സ്വയം ഒരു നെഗറ്റീവ് ഇമേജ് ആയിരിക്കും സൃഷ്ടിക്കുന്നത് എന്നത് പുറത്തിറങ്ങി കഴിയുമ്പോഴേ ഇവർക്ക് മനസ്സിലാകൂ. ഇതിൻ്റെ കൂടെ മറ്റ് ജയിൽ നോമിനേഷനിലേക്ക് വന്നവരെ കൂടി ഒന്ന് പറഞ്ഞു പോകാം. നവീനും ജാസ്മിനുമാണ്. ജാസ്മിനും നിമിഷയും 7 വോട്ടുകൾ വീതം തുല്യനിലയിൽ വന്നപ്പോൾ ബിഗ് ബോസ് ഒരു വട്ടം കൂടി തിരഞ്ഞെടുക്കാൻ പറയുകയും ധന്യ കൂടി ജാസ്മിനെ വോട്ട് ചെയ്ത് 8 വോട്ടോടുകൂടി ജാസ്മിനും ജയിൽ നോമിനേഷനിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. ഇവർ 3 പേരുമാണ് ജയിൽ നോമിനേഷൻ ടാസ്കിൽ ഇനി മത്സരിക്കേണ്ടത്. ടാസ്ക് എന്തെന്നാൽ തങ്ങളുടെ ബെൽറ്റിലെ സ്റ്റിക്കർ എടുത്ത് എതിരാളികളുടെ ദേഹത്ത് പതിപ്പിക്കുകയും അതോടൊപ്പം എതിരാളികൾ തങ്ങളുടെ ദേഹത്ത് സ്റ്റിക്കർ പതിപ്പിക്കാതെയും നോക്കണം. അവസാന ബസർ മുഴങ്ങുമ്പോൾ ആരുടെ ദേഹത്താണോ സ്റ്റിക്കറുകൾ കൂടുതലുള്ളത് അവർ ആദ്യം ടാസ്കിൽ നിന്ന് പുറത്താക്കും. എന്നാൽ ഈ ഒരു ടാസ്കിൽ ശക്തരായ ജാസ്മിനും നവീനുമായി കളത്തിലിറങ്ങി പൊരുതി തോറ്റു എന്ന് വേണം ബ്ലെസ്ലിയെക്കുറിച്ച് പറയാൻ. എന്നാൽ ശക്തരെന്ന് കരുതിയ നവീനും ജാസ്മിനും അവസാന ഘട്ടത്തിൽ ഗാർഡൻ ഏരിയയിൽ വെറുതെ നിന്ന് സമയം കളയുകയായിരുന്നു. നല്ല രീതിയിൽ കളിക്കാനോ ഒന്നും അവർ മുതിർന്നില്ല, അവരുടെ സേഫ് സോൺ നോക്കി നിൽക്കുകയല്ലാതെ. അവസാനം നവീനും പുറത്താകുന്നു. അങ്ങനെ ബ്ലെസ്ലിയും നവീനും ജയിലിലേക്ക്. തികച്ചും അനീതി നടന്ന ഒരു ജയിൽ നോമിനേഷൻ ആയിരുന്നതിനാൽ ഓഷ്യാനിക് മീഡിയയും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്കിലും ഇങ്ങനെയൊരു അനീതിക്ക് ഇരയാകേണ്ടി വന്ന ബ്ലെസ്ലിക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വേണം കരുതാൻ.